അപ്പോൾ ഇന്നൊരു ഓണാഘോഷ പരിപാടി കാണാൻ പോയാലോ? ഇത് വേറെ എവിടെയല്ല കേട്ടോ, ദേവസ്വം ബോർഡിൻ്റെ ഓണാഘോഷ പരിപാടിയാണ്. അച്ഛനും അമ്മയ്ക്കും അവിടെ ജോലിയുള്ളതുകൊണ്ട് തന്നെ കുഞ്ഞു കാലം തൊട്ടേ ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഓണാഘോഷ പരിപാടികൾ കാണാൻ പോകും കേട്ടോ. ഈ പ്രാവശ്യം അതിനൊരു മുടക്കം വരുത്തിയില്ല. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഇല്ലായിരുന്നു കേട്ടോ. അതിൽ കഴിഞ്ഞ വർഷം മറ്റേ ഫ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ മഹാബലി വന്നു, വാമനൻ വന്നു, കഥകളി വന്നു, പിന്നെ ഓണപ്പുട്ടം വന്നു, തെയ്യം വന്നു, അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ. ഊഞ്ഞാലി കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൂസ് ആകെ മൊത്തം സന്തോഷത്തിലായി. ഊഞ്ഞാലി ചെന്നിരുന്ന ആടെയാണ്. പിന്നെ പുലിക്കുട്ടന്മാരൊക്കെ നമ്മുടെ കണ്ണൂസിനെ കണ്ടപ്പോഴത്തേക്കും ഓടി കണ്ണൂസിൻ്റെ അടുത്ത് വന്നതാണ്. ആദ്യം അവളൊന്ന് പേടിച്ചോടിയെങ്കിലും പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ദേവസ്ഥത്തിലെ മാമിമാരെല്ലാവരും കൂടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി അവർ ഫോട്ടോയൊക്കെ എടുത്ത് സെറ്റായതിന് ശേഷം അവർ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഭദ്രദീപം കൊളുത്തി. പിന്നെ നമ്മളെ പിള്ളേർ സെറ്റുകളെല്ലാം കൂടെ മത്സരത്തിൽ ഇങ്ങനെ പങ്കെടുക്കുകയാണ്. കസേര കളി, അതുപോലെ തന്നെ ലെമൺ ആൻഡ് സ്പൂൺ, എല്ലാത്തിനും പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഉണ്ടായിരുന്നേ. ഞാൻ ഈ കുഞ്ഞിലെ തൊട്ടേ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് ശീലമായതുകൊണ്ട് തന്നെ വലിയൊരു മത്സരങ്ങൾ വന്നാലും ഞാനങ്ങനെ ഒന്നും വിടാറില്ല കേട്ടോ. ഈ പ്രാവശ്യവും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കസേരക്കളിക്കും അതുപോലെ ലെമൺ ആൻഡ് സ്പൂണിനും പിന്നെ വടംവലിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കസേരക്കളിക്ക് എനിക്ക് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്, അതുപോലെ വടംവലിക്കും ഞങ്ങളുടെ ടീമിന് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ലെമൺ ആൻഡ് സ്പൂണിന് അങ്ങ് എത്തിയപ്പോഴത്തേക്കും ലെമൺ അങ്ങ് താഴെ പോയി കേട്ടോ. ആ ഒരു ചെറിയ സങ്കടമേ ഉള്ളൂ. പിന്നെന്താ, അവരുടെ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചൊന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഘോഷയാത്ര നേരെ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ തൊട്ടാണ് പോണത്. അപ്പം നമ്മുടെ കണ്ണൂസിന് ഫ്രണ്ടിൽ നടക്കണമെന്ന് പറഞ്ഞാൽ അവൾ ഫ്രണ്ടിൽ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ നടന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് അവസാനം ശ്രീകണ്ഠേശ്വര അമ്പലത്തിൻ്റെ തന്നെ അവരുടെ ഹാളിൽ ചെന്നിട്ട് അവിടെ അത്തപ്പൂക്കളവും പിന്നെ അതുപോലെ ചെണ്ടമേളവും വാദ്യവും ഒക്കെ ആയിട്ട് കുറേ നേരം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെയും ഒരു വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഒക്കെ ഒന്ന് ദീപമൊക്കെ തെളിയിച്ചിട്ട് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആഘോഷിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും മെയിൻ പരിപാടി സദ്യ. അപ്പം എല്ലാ കൂട്ടി നല്ലൊരു സദ്യയും കൂടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സദ്യാലയത്തിൽ വെച്ച് തന്നെ ബാക്കി കലാപരിപാടികളും അതുപോലെ നമ്മുടെ മത്സരത്തിൽ ജയിച്ചവർക്കൊക്കെ സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞോണ വിശേഷങ്ങൾ. അപ്പോൾ ഇത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.